ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. AD ജോബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേരള ദേവസ്വം ബോർഡ് സാനിറ്റേഷൻ വർക്ക് എന്ന പോസ്റ്റിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പോസ്റ്റിലേക്കൊക്കെ അപ്ലൈ ചെയ്യാനുള്ള അടിസ്ഥാന യോഗ്യത പറഞ്ഞിട്ടുള്ളത് 7ാം ക്ലാസ് പാസ്സാണ്. നമുക്കിനി ഡീറ്റെയിൽഡായി വീഡിയോ എടുക്കാം. സോ വീഡിയോ സ്കിപ്പ് ചെയ്ത് പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കുക. അതോടൊപ്പം തന്നെ തൊട്ടടുത്ത ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ നമ്മളിന്ന് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. കേരള ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡ് അഡ്വർടൈസ്മെൻറ്റ് നമ്പർ പറഞ്ഞിട്ടുള്ളത് 466/R2/2025/KDRB ആണ്. വിജ്ഞാപന തീയതി പറഞ്ഞിട്ടുള്ളത് 29/3/2025. ഗുരുവായൂർ ദേവസ്വത്തിൽ സാനിറ്റേഷൻ വർക്കർ തസ്തികയിൽ നിലവിലുള്ള 116 ഒഴിവുകളിലേക്ക് അപേക്ഷകൾ ക്ഷണിക്കുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. 116 ഒഴിവാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. കേരള ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റായ www.kdrb.kerala.government.in പോയിട്ട് 1 ടൈം രജിസ്ട്രേഷൻ ചെയ്യാനാണ് പറയുന്നത്. ഇപ്പോൾ കാറ്റഗറി നമ്പറും വർഷവും പറയുന്നുണ്ട് 003/2025. തസ്തികയുടെ പേര് സാനിറ്റേഷൻ വർക്കർ ആയുർവേദമാണ്. ദേവസ്വം ബോർഡിൻ്റെ പേര് ഗുരുവായൂർ ദേവസ്വം. ശമ്പള സ്കെയിൽ 20,000 മുതൽ 50,200 വരെയാണ് പറഞ്ഞിട്ടുള്ളത്. യോഗ്യത പറഞ്ഞിട്ടുള്ളത് 7ാം ക്ലാസ് പാസ്, അതോടൊപ്പം തന്നെ അല്ലെങ്കിൽ അതിന് തുല്യമായ യോഗ്യതയാണ് പറഞ്ഞിട്ടുള്ളത്. ഒഴിവുകളുടെ എണ്ണം 116 പറഞ്ഞിട്ടുള്ളത്. നിയമന രീതി നേരിട്ടുള്ള നിയമനമാണ് പറഞ്ഞിട്ടുള്ളത്. ഏജ് ലിമിറ്റ് പറഞ്ഞിട്ടുണ്ട് 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെയാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഗവൺമെൻറ് റൂൾസ് പ്രകാരമുള്ള ഏജ് റിലാക്സേഷൻ മറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നതാണ്. പിന്നെ പരീക്ഷാ ഫീസ് പറഞ്ഞിട്ടുണ്ട് 300 രൂപയാണ് ജനറൽ വിഭാഗം. SC/ST വിഭാഗം 150 രൂപ, OBC 300 രൂപ, EWS 300 രൂപ. അങ്ങനെയാണ് ഫീസിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളത്. പിന്നെ മറ്റ് വിവരങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഏജ് ലിമിറ്റ് 55 വയസ്സിൽ ഒരു കാരണവശാലും കൂടാൻ പാടില്ല. പിന്നെ നമുക്ക് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ ഒരുപാട് വേറെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയിട്ട് ഒന്ന് വായിച്ച് നോക്കി മനസ്സിലാക്കുക. അതായത് നമ്മുടെ വരുമാനം ഇത്ര അധികം 25,000 കൂടുതൽ ഉണ്ടാവാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. പിന്നെ 1 ഏക്കറിൽ കൂടുതൽ ഭൂമി നമുക്ക് ഉണ്ടാവാൻ പാടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ വായിച്ച് നോക്കിയൊന്ന് മനസ്സിലാക്കുക. പിന്നെ അപേക്ഷ സമർപ്പിക്കേണ്ട രീതി പറഞ്ഞിട്ടുണ്ട്. ഒഫീഷ്യൽ വെബ്സൈറ്റായ www.kdrb.kerala.government പോയിട്ട് 1 ടൈം രജിസ്ട്രേഷൻ ചെയ്യുക. അപ്പോൾ നമുക്ക് യൂസർ ഐഡിയും പാസ്വേഡും കിട്ടും. അതുപ്രകാരം ലോഗിൻ ചെയ്തിട്ട് അവർ പറയുന്ന ഡാറ്റാസൊക്കെ എൻ്റർ ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യുന്ന പ്രോസസ്സാണ്. പിന്നെ ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കുന്ന ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞിട്ടുള്ളത് 28/4/2025 അർദ്ധരാത്രി 12 മണി വരെയാണ് പറഞ്ഞിട്ടുള്ളത്. ഒഫീഷ്യൽ വെബ്സൈറ്റ് പറയുന്നുണ്ട് www.kdrb.kerala.government.in ആണ്. അപ്പോൾ ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ള യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയിട്ട് കാര്യങ്ങളൊക്കെ വായിച്ച് നോക്കി മനസ്സിലാക്കി എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യുക. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ്സ് പോസ്റ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതോടൊപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും നന്ദി.